ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഈ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെയും അതുപോലെ കേരളത്തിലെയും കൂടെ ഒരു സൈസ് ഫ്യൂഷൻ മോഡിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ 6 നിലവറകളുണ്ട്. ABCDEF ഇത്രയും നിലവറകൾ, ഭൂഗർഭ നിലവറകളാണ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ അതുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ നമുക്ക് ഇതുപോലൊരു മേൽമുണ്ട്, അങ്ങനെയൊക്കെ തന്നെ മുണ്ട് കൊടുത്തിട്ട് മാത്രമേ ആണുങ്ങൾക്കെല്ലാം, അതായത് ജെൻസിന് അകത്തേക്ക് അലോ അവർ ചെയ്യത്തുള്ളൂ. പിന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അവർ അലോ ചെയ്തില്ല. ഇൻ കേസ് ചുരിദാറായിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കൂടെ ഒന്നോടെ കയറി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു മുണ്ട് മേടിക്കുക, അത് മുണ്ടെടുത്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അവർ അലോ ചെയ്യും. സന്ദർശകർ പരമ്പരാഗത വസ്ത്രധാരണ രീതി പാലിക്കേണ്ടതുണ്ട്. പാൻസ്, ഷർട്ട്, ഷോർട്സ്, ചുരിദാർ ഇവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ക്യാമറ, മൊബൈൽ ഫോൺ, കീ, ഹാൻഡ് ബാഗ് എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ കയറ്റിവിടില്ല. ക്ഷേത്രത്തിന് പുറത്ത് ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ സൂക്ഷിക്കുക. പട്ടാളം കാവൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം എന്ന് പറയുന്നത് കിഴക്കേ കോട്ടയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഗോപുരമാണ്. അതിനു മുന്നിലായി 15 കൽപ്പടവുകളുണ്ട്. ഈ കൽപ്പടവുകൾ കയറി രാജഗോപുരത്തിന്റെ മുന്നിലെത്തുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഐരാവതത്തിന്റെ മുകളിലിരിക്കുന്ന ഇന്ദ്രന്റെ പ്രതിമയാണ്. അതും കടന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇരുവശങ്ങളിലായി വ്യാളിയുടെ പ്രതിമകൾ കാണാൻ സാധിക്കും. പിന്നീട് 1000 കൈ മണ്ഡപമാണ്. അതും കടന്നു ചെല്ലുമ്പോൾ ദ്വാരപാലകരാണ്. പിന്നീട് അഷ്ടനാഗ ഗരുഡനെ കാണാൻ സാധിക്കും. വലതുവശത്തുള്ള ഹനുമാൻ സ്വാമിയെ വണങ്ങി ചുറ്റമ്പലത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നമസ്കാര മണ്ഡപം കാണാം. അതിനുശേഷം ചെറുചുറ്റിനകത്ത് പ്രവേശിക്കാം. ഒടുവിൽ നമ്മൾ ഭഗവാന്റെ മുന്നിലെത്തും. 4 നടകളാണ് ക്ഷേത്രത്തിനുള്ളത്. കിഴക്കേ നട, പടിഞ്ഞാറേ നട, തെക്കേ നട, വടക്കേ നട. 4 വശത്തുകൂടിയും നിങ്ങൾക്ക് പ്രവേശനം സാധിക്കും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ കിഴക്കേ നട വഴി സാധിക്കില്ല. മറ്റുള്ള നട വഴി നിങ്ങൾക്ക് പുറത്തേക്കും ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. 5 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ചേർന്നാണ് ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി, മുൻ രാജകുടുംബാംഗം നിർദ്ദേശിക്കുന്ന ഒരാൾ, സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരാൾ, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ഒരാൾ, ക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. Thanks for watching.